നമുക്ക് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ? ഒരുപാട് ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ മിൽക്ക് കുറെ നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ ഡേയ്സ്, ആ മിൽക്കിന്റെ ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? അതിന്റെ ടേസ്റ്റും അതിന്റെ സ്മെല്ലും മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേപ്സ് ഫെർമെന്റഡ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? വാട്ട് ഹാപ്പൻസ് വെൻ വി കുക്ക് അവർ ഫുഡ്? റോ ഫുഡിനെ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റും അതിന്റെ സ്മെല്ലും അതിന്റെ കളറും ഒക്കെ മാറുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഫുഡിന്റെ ഡൈജഷൻ നടക്കുന്നത് ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ? വൈറ്റമിൻസ് ആർ ഗെറ്റിംഗ് അബ്സോർബ് ടു ദ ബോഡി, മിനറൽസ് ആർ ഗെറ്റിംഗ് അബ്സോർബ് ടു ദ ബോഡി. ആ ഫുഡിന് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ? ഈവൻ വെൻ വി റെസ്പയർ ദർ ആർ ചേഞ്ചസ് ഹാപ്പനിങ് അല്ലെ? നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. സോ എവ്രിവെയർ ദർ ആർ ചേഞ്ചസ് ഹാപ്പനിങ്. ഓരോ ചേഞ്ചസിലും ആ സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ നേച്ചർ, കളർ, അതിന്റെ ഫീൽ, ലുക്ക് എല്ലാം മാറുന്നുണ്ട് അല്ലെ? ബട്ട് ഹൗ വി ക്യാൻ ഡിറ്റർമിൻ ദാറ്റ് ദ ചേഞ്ചസ് ഹാപ്പനിങ് among them, which one is chemical reactions? കെമിക്കൽ റിയാക്ഷൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഒബ്സർവേഷൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ആ സബ്സ്റ്റൻസിന്റെ, ആ പ്രൊഡക്റ്റിന്റെ സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ വൈസ് വേഴ്സ നടക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ കളർ. ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ കളർ ചേഞ്ച് ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടേക്കൻ പ്ലേസ്. അതുപോലെ തന്നെ ഇഫ് വി ഒബ്സർവ് എവല്യൂഷൻ ഓഫ് എ ഗ്യാസ്, ഒന്നോ അതിലധികമോ ഗ്യാസസ് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ we can confirm that a chemical reaction has taken place. And finally, if there is a change in temperature, temperature കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. സോ ഈ 4 ഒബ്സർവേഷൻസിൽ ഏതെങ്കിലും ഒന്ന് നടക്കുകയാണെങ്കിൽ we can confirm that a chemical reaction has taken place. Change in state and change in color if there is evolution of a gas, and the last one is change in temperature. Let us discuss more on chemical reactions in this session. Magnesium ribbon burn ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Magnesium ribbon burn ചെയ്യുമ്പോൾ അത് ഓക്സിജനുമായി കൂടിച്ചേരുന്നു അല്ലെ? ഏതൊരു സബ്സ്റ്റൻസും ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലെ? സോ magnesium ribbon ഓക്സിജനുമായി കൂടിച്ചേർന്ന ഒരു റിയാക്ഷൻ നമുക്ക് ഇവിടെ എഴുതാം. Magnesium plus oxygen gives magnesium oxide, right? So in a reaction, any substance that undergoes chemical reaction are called the reactants. Here magnesium and oxygen are the reactants, and ആ chemical reaction കാരണമായി ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ product എന്ന് വിളിക്കുന്നു. Here magnesium oxide is a product, right? So magnesium plus oxygen gives magnesium oxide. നമുക്ക് ഇതിനെ chemical symbols ഉപയോഗിച്ച് represent ചെയ്യാൻ സാധിക്കും അല്ലെ? Mg plus O2 gives MgO, right? Here Mg and O2 are the reactants we know, and MgO is the product. Now if we look at this reaction, there is something odd in this, right? Atoms ന്റെ number reactant സൈഡിലും product സൈഡിലും ബാലൻസ് ആവുന്നില്ല. നമുക്ക് ഒരു ടേബിൾ വെച്ച് നോക്കാം. Magnesium reactant സൈഡിൽ ഒരു ആറ്റം ആണുള്ളത് അല്ലെ? 1 Mg, right? And product സൈഡിലും 1 Mg ആണുള്ളത്, that is ഒരു ആറ്റം ആണുള്ളത്. But when we check oxygen, reactant side O2 ആണ്, അപ്പോൾ 2 atoms ഉണ്ട് അല്ലെ? But in the product side there is only 1 atom. So number of atoms match ചെയ്യാത്തതുകൊണ്ട് ഇതൊരു balanced equation അല്ല അല്ലെ? So this kind of equations are called the skeletal chemical equation. The chemical equations whose number of atoms are not balanced in reactant and product side are called the skeletal chemical equation. ഇനി നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. We can write 2Mg plus O2 gives 2MgO. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഗ്നീഷ്യം 2 ആറ്റംസ് റിയാക്ടന്റ് സൈഡിലുണ്ട്, 2 ആറ്റം പ്രോഡക്റ്റ് സൈഡിലുമുണ്ട് അല്ലെ? 2MgO. This 2 is applicable for both Mg and O, right? So there are 2Mg and 2O, right? This kind of equations are called balanced chemical equation. Let us try to balance more complex chemical equations. Here Fe is getting reacted with H2O to give Fe3O4 and
H2. So this is a skeletal equation. Some of the atoms are not balanced. So let us try to balance this equation. Here Fe and H2O are the reactants and Fe3O4 and H2 are the products. So നമുക്ക് ഈ chemical equationsലെ number of atoms ഒന്ന് tabulate ചെയ്തു നോക്കാം. Here is table, elements and number of atoms in the reactant side and number of atoms in the product side. So for iron, that is Fe, number of atoms on the reactant side is 1, right? There is only one iron atom here, and number of atoms in the product side is 3. So iron is not balanced. And hydrogen number of atoms in the reactant side is 2, and number of atoms in the product side is also 2. So hydrogen is balanced. The third one is oxygen. Number of atoms in the reactant side is 1, and number of atoms in the product side is 4. Iron and oxygen are not balanced. So we have to balance this skeletal chemical equation, right? ഒരു skeletal chemical equation balance ചെയ്യുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് number of atoms ഏറ്റവും കൂടുതലുള്ള element കണ്ടുപിടിക്കണം. Here number of atoms ഏറ്റവും കൂടുതലുള്ളത് oxygen ആണ്. On the product side oxygen has 4 atoms അല്ലെ, O4 ആണ്. So നമുക്ക് ആദ്യം oxygen balance ചെയ്യണം. In the product side oxygen has 4 atoms. In the reactant side oxygen has only 1 atom. So in order to balance this, we have to add 4 to the H2O of reactant side. We got Fe plus 4H2O gives Fe3O4 plus H2, right? We have added 4 to the left side of H2O. So നമുക്ക് table check ചെയ്ത് നോക്കാം. Iron, we have not touched anything. Hydrogen, in the reactant side there was 2 hydrogen atoms. Now it's changed to 8 hydrogen atoms. And in the product side there are only 2 hydrogen atoms. Oxygen ആണ് നമ്മൾ balance ചെയ്തിട്ടുള്ളത്. There are 4 oxygen atoms in the product side and 4 oxygen atoms in the reactant side also. So we got oxygen balanced. Now we have to balance the other 2. So in this equation balanced അല്ലാത്ത atomsൽ most atoms ഉള്ളത് hydrogen ആണ് അല്ലേ? Hydrogen has 4 into 2 8 atoms on reactant side. So let us balance hydrogen atom. Product side hydrogen 2 atoms ആണുള്ളത്. So let us add 4 to the H2 of the product side to balance this partially balanced equation. So the equation will be Fe plus 4H2O gives Fe3O4 plus 4H2. Now let's check the table again. Iron has 1 atom at the reactant side and 3 atoms at the product side. Hydrogen has 8 atoms at the reactant side and 8 atoms at the product side, right? 4 into 2 is 8. So hydrogen balance ചെയ്തു. Oxygen has 4 atom in the reactant side and 4 atom in the product side. Both hydrogen and oxygen atoms are balanced. Now we have to balance the last one, that is iron. In the reactant side there are only 1 iron atom, but in the product side there are 3 iron atoms. So it's very easy. We can just add 3 on the left side of iron in the reactant side. So 3Fe plus 4H2O gives Fe3O4 plus 4H2. Now let's check the table again. Iron, there are 3 atoms in the reactant side and 3 atoms in the product side. About hydrogen, there are 8 atoms in the reactant side and 8 atoms in the product side. Oxygen, there are 4 atoms in the reactant side and 4 atoms in the product side too. So all the 3 atoms are balanced in this equation. So we got the completely balanced chemical equation. ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ? ചില സമയത്ത് ആ ഇക്വേഷനിൽ ഉൾപ്പെടുന്ന എലമെന്റ്സിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഈ ഇക്വേഷന്റെ കൂടെ തന്നെ എഴുതേണ്ടി വരാറുണ്ട്. പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനായിട്ട് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടെ ആവശ്യം വരാറുണ്ട്. Although it's not mandatory to write the physical state when writing a chemical equation, sometimes it helps. There are 4 types of physical states. One is gaseous, second is liquid, the third is aqueous, and the fourth is solid. Aqueous state എന്ന് പറഞ്ഞാൽ വാട്ടറിൽ സോൾവ് ചെയ്തിട്ടുള്ള അവസ്ഥയിൽ ഒരു എലമെന്റ് ഓർ കോമ്പൗണ്ട് കാണപ്പെടുന്നതിനെയാണ് aqueous state എന്ന് പറയുന്നത്. ഓരോ physical statesനും ഒരു symbols ഉണ്ട്. So in a chemical reaction we will write symbols. So gaseous is G, liquid is L, aqueous is AQ, and solid is S. Now let's take an example. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു chemical reaction തന്നെയാണ്. That is 3Fe plus 4H2O gives Fe3O4 plus 4H2.
അയേണും വാട്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ട് Fe3O4 ദാറ്റ് ഈസ് അയൺ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതിന്റെ കൂടെ തന്നെ ഹൈഡ്രജനും റിലീസ് ആവുന്നു. ഇതിന്റെ കൂടെ എഴുതിയിട്ടുള്ളതാണ് ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ സിമ്പിൾസ്. സോ അയൺ ഈസ് ഇൻ എ സോളിഡ് ഫോം, H2O is in a gaseous form. It gives Fe3O4 that is iron oxide which is in a solid form and it releases some hydrogen which is in a gaseous form, right? നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. CO that is carbon monoxide plus 2H2 that is hydrogen gives CH3OH that is methyl alcohol or methanol. So carbon dioxide is in a gaseous form, hydrogen also is in a gaseous form, and we get CH3OH that is methanol or methyl alcohol which is in a liquid form, right? In this case there is a 340 atm here. That means carbon monoxide and hydrogen combined together at 340 atm pressure. So in some stages we will write the temperature applying or the pressure applying or the catalyst. Catalyst means a compound or an element used to increase the speed of a reaction. Another example for this is 6CO2 plus 12H2O gives C6H12O6 plus 6O2 plus 6H2O. കാർബൺ മോണോക്സൈഡും വാട്ടറും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കിട്ടും. ദാറ്റ് ഈസ് C6H12O6, right? Plus it will release some oxygen and some water also, right? So carbon dioxide is in aqueous state and water is in liquid state, right? And the product sugar is in aqueous state. That means sugar is found as solved in water. Oxygen is in aqueous state. Oxygen also found solved in water, and H2O it's in liquid state. Here there are two things helps in this reaction. One is sunlight. Under the sunlight, carbon dioxide reacts with H2O that is water, and we use chlorophyll as a catalyst. So sunlight and chlorophyll are written near the arrows, right? There are 9 types of chemical reactions. They are combination reaction, decomposition reaction, exothermic reaction, endothermic reaction, displacement reaction, double displacement reaction, precipitation reaction, oxidation, and reduction. What is a combination reaction? Two or more substances combine together to form a single substance. For example, calcium oxide that is quicklime that is CaO combined with H2O that is water to give slaked lime that is CaOH twice which is calcium hydroxide and it releases some heat. If a calcium oxide is in solid state, it reacts with water to give CaOH twice that is calcium hydroxide or slaked lime. So രണ്ട് substances that is calcium oxide and water combine together to get calcium hydroxide. So this sort of reaction is called combination reaction. We use calcium hydroxide to whitewash our houses. Calcium hydroxide നമ്മുടെ ചുമരുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു തിൻ ലെയർ ഉണ്ടാകുന്നു. ആ ലെയർ നമ്മൾ വാൾസിന്മേൽ ഒരു ഷൈനി ഫിനിഷ് ഉണ്ടാകുന്നു. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് പെയിന്റിംഗ് ഇൻ വൈറ്റ്, റൈറ്റ്? സോ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് 2 or 3 days. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് ദാറ്റ് CaCO3 എന്ന കെമിക്കൽ ഫോർമുലയുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് മാർബിൾ, റൈറ്റ്? And the second type of reaction is decomposition reaction. A single substance decomposes to give two or more substances. So combination reaction de just opposite ആണ് decomposition reaction. For example, 2FeSO4 gives Fe2O3 plus SO2 plus SO3. രണ്ട് FeSO4 that is ferrous sulfate which is in a solid state. When heated, it gives ferric oxide that is Fe2O3 plus sulfur dioxide that is SO2 plus sulfur trioxide that is SO3. Ferrous sulfate ne heat ചെയ്തപ്പോൾ 3 products ഉണ്ടായി. So this kind of reactions are called decomposition reaction. The next two reactions are exothermic and endothermic reactions. As the name suggests, when heat is released in a reaction along with the formation of products, that is called exothermic reactions. For example, calcium oxide that is CaO reacts with H2O that is water to give calcium hydroxide CaOH twice plus heat. In this case, heat is released. This kind of reaction is called exothermic reaction.
when energy or heat is absorbed is known as endothermic reaction. For example, AgCl, that is silver chloride, reacts in sunlight to give silver, that is Ag, plus chlorine, that is Cl2. In this reaction, energy is absorbed, right? This kind of reaction is called endothermic reaction. So, exothermic reaction when heat is released, endothermic reaction when heat or energy is absorbed, right? When an element displaces another element from its compound, a displacement reaction occurs. For example, Fe plus CuSO4 gives FeSO4 plus Cu. അയൺ കോപ്പർ സൾഫേറ്റിന്റെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അയൺ സൾഫേറ്റും കോപ്പറുമായി മാറുന്നു. ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. In a double displacement reaction, two different atoms or groups of atoms, that is ions, are exchanged. For example, Na2SO4 plus BaCl2 gives BaSO4 plus 2NaCl, right? സോഡിയം സൾഫേറ്റും ബാരിയം ക്ലോറൈഡും റിയാക്ട് ചെയ്തിട്ട് ബാരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാവുന്നു, റൈറ്റ്? സോ ഹിയർ റിയാക്ടൻ സൈഡിലുള്ള രണ്ട് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, ദാറ്റ് ഈസ് സോഡിയം സൾഫേറ്റിലെ സൾഫേറ്റും ബാരിയം ക്ലോറൈഡിലെ ക്ലോറൈഡും ഡിസ്പ്ലേസ് ചെയ്തിട്ട് ബാരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡുമായി മാറുന്നു. സോ ഹിയർ ടു ഡിസ്പ്ലേസ്മെന്റ് ഹാപ്പൻസ്. സോ ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. Any reaction that produces a precipitate can be called a precipitation reaction. For example, Na2SO4 plus BaCl2 gives BaSO4 plus 2NaCl. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാവുന്നു. സോ ഹിയർ ബേരിയം സൾഫേറ്റിന്റെ precipitate ഉണ്ടാവുന്നുണ്ട്. So although this is a double displacement reaction, it is also a precipitation reaction. If a substance gains oxygen or loses hydrogen during a reaction, it is said to be oxidized. For example, 2Cu plus O2 gives 2CuO. കോപ്പറും ഓക്സിജനും ചൂടാക്കി കഴിഞ്ഞാൽ കോപ്പർ ഓക്സൈഡ് ഉണ്ടാവുന്നു, റൈറ്റ്? ഹിയർ കോപ്പർ ഓക്സിജനെ ഗെയിൻ ചെയ്യുന്നു, അല്ലെ? കോപ്പർ ഓക്സിജനെ ഗെയിൻ ചെയ്തിട്ട് അബ്സോർബ് ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡ് ആയി മാറുന്നു. സോ ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. വെൻ എ സബ്സ്റ്റൻസ് ലൂസസ് ഓക്സിജൻ ഓർ ഗെയിൻസ് ഹൈഡ്രജൻ, it is said to be reduced, right? For example, CuO plus H2 gives Cu plus H2O. So here two types of reactions happen, right? One is oxidation and the other one is reduction. CuO oxygen lose ചെയ്യുന്നുണ്ട്, അല്ലെ? That reaction is called reduction and H2O oxygen gain ചെയ്യുന്നുണ്ട്, അല്ലെ? So oxygen gain ചെയ്യുന്നത് കൊണ്ട് അതിനെ oxidation എന്ന് പറയുന്നു. So two types of reaction happen here, oxidation and reduction. So this kind of reaction, when both oxidation and reduction takes place, it is called a redox reaction. Now we will discuss about some effects of oxidation in everyday life. Oxidation ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് corrosion. When a metal is attacked by substances around it, such as moisture, acids, etc., this process is called corrosion. ഒരു മെറ്റൽ അന്തരീക്ഷത്തിലെ മോയ്സ്ചർ, ആസിഡ് എന്നിവയുമായി റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റലിന് കേടുപാടുകൾ സംഭവിക്കുന്നതിനെ നമ്മൾ corrosion എന്ന് പറയുന്നു, അല്ലെ? Corrosion is an example for oxidation. And the other one is rancidity. When fats and oils are oxidized, they become rancid and their smell and taste changes, right? ഇങ്ങനെ ഫുഡ്സ് റാൻസിഡ് ആയി മാറാതിരിക്കാൻ നമ്മൾ ഫുഡിനെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ കീപ്പ് ചെയ്യാറുണ്ട്, അല്ലെ? നമുക്ക് കിട്ടാറുള്ള പാക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഇൻ സം കേസസ് ബാഗ്സ് ഓഫ് ചിപ്സ് ലൈക്ക് പൊട്ടാറ്റോ ചിപ്സ്, tapioca chips are usually flushed with gas such as nitrogen to prevent the chips from getting oxidized. So these are some of the examples of oxidation in everyday life.